ഞാനത് കുറച്ച് കാലം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട വെച്ച് ഇന്നങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വീക്ക്ലി എല്ലാ സൺഡേയ്സിലും ഒരു വീക്ക്ലി അനാലിസിസ് ഇടുന്നതായിരിക്കും എൻ്റെ വ്യൂ. അപ്പോൾ നിങ്ങളുടെ അനാലിസിസുമായിട്ട് ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് DXYൻ്റെ ചാർട്ടാണ്. DXYയിൽ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഇപ്പോൾ ഇംബാലൻസ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഇങ്ങോട്ടൊന്നും വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. പിന്നെ ടാർഗറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പം. ഒരു ടാർഗറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ വരെ പോകണം എന്നാണ്. ഒക്കെ ട്രംപിൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി ചാർട്ടൊന്ന് നോക്കാം. DXYൻ്റെ DXY. അപ്പോൾ നിങ്ങൾ പ്രീമിയം ഡിസ്കൗണ്ടൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ വ്യൂ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനും പ്രീമിയം ഡിസ്കൗണ്ടാണ് ട്രേഡ് ചെയ്യുക. പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും എത്തൂല എന്തായാലും. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് അബാൻഡൺ ചെയ്യാം. പിന്നെ എടുക്കാൻ പറ്റിയ തിങ്കളാഴ്ച എന്തായാലും ട്രേഡ് എടുക്കണ്ട. തിങ്കളാഴ്ച വല്ലാത്തൊരു ദിവസമാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും DXYയിൽ ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഈ ഒരു സിനാരിയോ കിട്ടുകയാണെങ്കിൽ നമുക്കെടുക്കാം. തിങ്കളാഴ്ച ഉള്ള ഓപ്പണിങ് പോലെ ഇരിക്കും. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, 4 ഹവറിൽ അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങോട്ട് എത്തുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ഓക്കെ, 4 ഹവറിൽ നമുക്ക് ട്രേഡിങ് ഇവിടെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടും. കാരണം ഇതാണ് നല്ലത്. അവിടുന്ന് ട്രേഡ് കിട്ടുന്നതാണ് നല്ലത്. അല്ലാത്ത ഏരിയാസ് എവിടെയാണ്? പെട്ടെന്ന് ബുള്ളിഷ് ആവുകയാണെങ്കിൽ പിന്നെയുള്ള ഒരു ഏരിയ ഇതാണ്. നമുക്ക് 1 ഹവറിൽ ഇവിടുന്നൊരു ട്രേഡ് സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് എടുക്കാം. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഐഡിയൽ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എത്തുന്നതാണ്. നമുക്ക് അവിടെ എത്തി ട്രേഡ് എടുക്കണമെങ്കിൽ എനിക്കൊന്നാമത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കാണണം. ഞാൻ ഫസ്റ്റ് നോക്കുന്ന ഇവിടുന്ന് നമുക്കൊരു ട്രെൻഡ് മേലോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കും. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യും. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ ഞാൻ അപ് ട്രെൻഡ് എടുക്കുക ഈ ഒരു ഇംബാലൻസ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ DXYയിലെ ഒരു വ്യൂ. ഇപ്പോൾ നമുക്കിനി EURUSD നോക്കാം. EURUSDയും ക്ലിയർ ബെയറിഷ് ട്രേഡ്. യൂഷ്വലി ഇവിടെ ഒരു ഡെയിലി FEG ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലോ എടുക്കാം, ഈ ഒരു ലോയും എടുക്കാം. ഫോർ ഹവറിൽ ഇതുപോലെ തന്നെ DXY പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബെയറിഷ് ഇത് നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും മൺഡേ ഓപ്പൺ ആവുക. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ ഗ്യാപ്പ് വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനതായിരിക്കും നോക്കുക. ഇനി അല്ല ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്തെന്ന് വെച്ചോ,
ഈ ഒരു ഏരിയ DXY നമുക്ക് ഗ്യാപ്പിൽ എൻട്രി തരാതെ ഇവിടെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒരു ട്രേഡ് എടുക്കാം. ഈ ഒരു ഏരിയയിൽ FEG എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു റിവേഴ്സൽ ഇട്ടാണെങ്കിൽ താഴോട്ട് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ യൂറോയിലെ ഒരു വ്യൂ. യൂറോയിൽ 1 ഹവറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മിക്കവാറും ബാരിഷ് തന്നെയാണ് നോക്കുന്നത്. ഇനി GBP നോക്കാം. GBP GBP ഡെയിലി ഈ ഒരു ഏരിയ എടുക്കാനുണ്ട്, ഈ ഒരു ഏരിയ എടുക്കാനുണ്ട്. ഫുള്ളി ബാരിഷാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്നും ഏരിയ ഇല്ല. ഈ ഒരു ഏരിയ ഒന്ന് എടുക്കാം. വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കും, പക്ഷേ ഗ്യാപ്പ് ഡൗൺ തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ GBP എന്തായാലും ഞാൻ ട്രേഡിന് യൂസ് ചെയ്യുന്നില്ല. മിക്കവാറും യൂറോയിലും നാസിലും ആയിരിക്കും ട്രേഡ് എടുക്കുക. ഇനി അടുത്തത് NAS 100. എനിക്ക് അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടി. ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ് അത്യാവശ്യം നല്ല ട്രേഡാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഡെയിലി ഇത് NAS 100 ഓൾറെഡി നല്ലൊരു എക്സ്റ്റൻഷൻ തന്നു നമുക്ക്. ഇനി ട്രേഡ് എടുക്കാൻ പറ്റിയ ഏരിയ ഇങ്ങോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ഏരിയയിലേക്കായിരിക്കും ഫസ്റ്റ് പോവുക. 4 ഹവറിൽ എന്താ ഉള്ളത്? 4 ഹവറിൽ ഈ ഒരു ഏരിയ ഉണ്ട്. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നിന്നായിരിക്കും ട്രേഡ് കിട്ടുകയാണെങ്കിൽ കിട്ടാൻ ഒരു ചാൻസ് ഉള്ളത്. മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് നോക്കാം. ഈ 1 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഉള്ള ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ഒരു ട്രേഡ് നോക്കാം താഴോട്ട്. ഓക്കെ, അതാണ് നാസിലൊരു വ്യൂ എന്ന് പറയാനുള്ളത്. പിന്നെ ഏതാ ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ബുള്ളിഷ് വ്യൂ ആണ് വരണമെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മേലെ ക്ലോസ് കിട്ടണം. ഈ ഇതിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു എൻ്റെ ബെയറിഷ് വ്യൂ മാറ്റിയിട്ട് ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പം ഒരു ബെയറിഷ് വ്യൂ ആണ് നാസിലുള്ളത്. പിന്നെ ഗോൾഡിൽ ഇത് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഗോൾഡിൽ ഈ ഒരു ഏരിയ ഉണ്ട് ബുള്ളിഷ് വ്യൂ നോക്കാൻ. പക്ഷേ ഗോൾഡ് വെച്ച് ട്രേഡ് എടുത്താൽ എനിക്ക് ഓൾറെഡി ഒരു ബുള്ളിഷ് കൊണ്ടാണ്. ഈ ഒരു ഹൈ ക്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീടുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അപ് ട്രെൻഡ് ഞാൻ എടുത്തേനെ. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ, ഗോൾഡ് തൽക്കാലം ഒരു ബുള്ളിഷ് വ്യൂ ആണുള്ളത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം DXY ഓൾറെഡി നല്ല ബുള്ളിഷാണ്. DXY ബുള്ളിഷാകുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കുറയേ ഉള്ളൂ. അപ്പം ഗോൾഡ് ഞാൻ നെക്സ്റ്റ് വീക്ക് അബാൻഡൻ ചെയ്യുമായിരിക്കും. ട്രേഡ് എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ മെയിൻ പേഴ്സ് എന്ന് പറയുന്നത് യൂറോ USDയും നാസ്ഡാക്കിലും ആയിരിക്കും ഞാൻ മിക്കവാറും ട്രേഡ് എടുക്കുക. അപ്പം അടുത്ത ആഴ്ച നോക്കാം എന്താ ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പം സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ഞാനിപ്പം പറയുന്നില്ല. ഈ ഒരു വീക്ക് കഴിയട്ടെ, എന്നിട്ട് ഈ വ്യൂസൊക്കെ ഒന്ന് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീക്ക് കാണാം.